ക്രിസ്മസ് ട്രീയും സ്റ്റാറും ഒക്കെ സ്ഥിതിക്ക് ഇനി എന്ത് നമുക്ക് വേണം? പുൽക്കൂട്. അപ്പോൾ നമുക്ക് പുല്ലൊന്നും ഇല്ലാത്തൊരു പുൽക്കൂട് ഉണ്ടാക്കാം. അതിനായിട്ട് 10 സെൻറ്റിമീറ്റർ മെഷർമെൻറ്റിൽ ഒരു 4 കാർഡ്ബോർഡ് പീസ് മുറിച്ചെടുത്തിട്ട് ഈ പിക്ചറിൽ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന് ഒരു ഗ്ലൂ ഗൺ ഉപയോഗിച്ചൊന്ന് സെറ്റാക്കി കൊടുക്കാം. ടോപ്പിൽ വെക്കാനുള്ള കാർഡ്ബോർഡിന് ഏകദേശം ഒരു 11 to 12 സെൻറ്റിമീറ്റർ ഒക്കെ മതി. ഇനി നമുക്ക് പന്നി ഒട്ടിച്ചു കൊടുക്കാം. ഇത് കൂട് പ്ലേസ് ചെയ്യാനുള്ളൊരു ബേസാണ്. കുറച്ചൊക്കെ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയാണ് ഇതിങ്ങനെ ചെയ്തത്. പിന്നെ കൂടിൻ്റെ മീതെ വൈറ്റ് മാർക്കർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം. സൈഡ് പോർഷനിലൊക്കെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ക്രാഫ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് അധികം ഒന്നും ചെയ്യാനും പറ്റിയിട്ടില്ല. ടിഷ്യൂ പേപ്പർ കൊണ്ടും പൈപ്പ് ക്ലീനർ കൊണ്ടും നമ്മൾ 2 ക്രിസ്മസ് ട്രീ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. ഗാർലൻഡ് കൊണ്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായും ചാനലിൽ അപ്ലോഡ് ചെയ്യാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്നോ പ്ലേറ്റിൻ്റെ മുകളിലേക്ക് ആ കൂടിനെ ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇഷ്ടമുള്ള പൊസിഷനിൽ ഏത് ഡയറക്ഷൻ വേണം നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു ഫെയറി ലൈറ്റ് എടുത്തിട്ട് ഒന്ന് ഡെക്കറേറ്റും കൂടെ ചെയ്ത് കൊടുക്കാം. നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്രിസ്മസ് ട്രീയും പിന്നെ ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം അലക്കുലത്തെല്ലാം പിറക്കി അതിൽ വെച്ച് കൊടുക്കാം. ഞാൻ കൂടുതൽ അലങ്കോല പണിക്കൊന്നും നിന്നില്ല. ജസ്റ്റ് ഒരു ഫെയറി ലൈറ്റ് വെച്ച് ഒന്ന് മിന്നിച്ച് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാമോ? എന്തൊക്കെയോ എവിടേക്കോ ഒരു പോരായ്മകൾ പോലൊക്കെ തോന്നുന്നു. ക്രിസ്മസ് ട്രീത്തായി, കൂടായി, ട്രീയുമായി. ഇനി എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യണ്ട. സബ്സ്ക്രൈബ് അടിച്ച് ലൈക്ക് അടിച്ച് പോയാൽ മതി.